നിലവിട്ടോ മുഖ്യമന്ത്രി എന്ന വിഷയമാണ് ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ദൃശ്യകാണ് ചേരുന്നത്. ദൃശ്യക് പറയൂ. നിലവിട്ട എന്നുള്ള പ്രയോഗം തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ഇതാണ്. കാരണം നമുക്കറിയാം എന്താണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തുറന്നു പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇന്ന് കാണിക്കുന്നുണ്ടോ? അതെ അതെ, കാരണം കേരളത്തിനെ തന്നെ കൈവിട്ട മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിനെ കച്ചവടമാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് വഴിവിട്ട രീതിയിലാണ്, എന്ത് ബന്ധമാണ് എന്നുള്ളത്. ഇപ്പൊ നിലവിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്കറിയാലോ, കോൺഗ്രസും CPM-ഉം കക്ഷി ഒരു പരസ്പര കക്ഷിയോട് കൂടിയിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ നോക്കി കാണുന്നതാണ്. കാരണം അവർ തമ്മിലുള്ള യോജിപ്പാണ് ഇന്ന് കേരളത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഇപ്പോ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ നിലവില് ഇപ്പൊ കേരളത്തിനെ വഴിവിട്ട രീതിയിൽ, കാരണം നാണം കെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള സംസാരമാണ്. കാരണം ഇപ്പോ വോട്ടിനെ പോലും ഒരു രീതിയിൽ കച്ചവടമാക്കുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് നിലപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യവസ്ഥയും വിവരവും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. വളരെയധികം നന്ദി ദൃശ്യക്ക് ജന TVയോട് പ്രതികരിച്ചതിന്. ശ്രീ ജോർജ് പൊടിപ്പാറ, നമുക്കൊക്കെ നേരത്തെ ഈ ചെറ്റത്തരം എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരു മോശം പദമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഈ അധികാരത്തിൻ്റെ ഗർവിൽ നിന്നുണ്ടായ ഒന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്നത് എന്നാണ് സാമാന്യമായി അതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. സുധാകരൻ ഇതിന് പറഞ്ഞ മറുപടിയാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ചെറ്റക്കുടിൽ എന്ന് പറയുന്നത്, ചെറ്റക്കുടിലിൽ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ ആ ഒരു പദത്തിൽ നിന്നാണല്ലോ ചെറ്റ എന്നുള്ള വാക്കുണ്ടാവുന്നത്. ചെറ്റക്കുടിൽ എന്ന് പറയുന്നത് അധസ്ഥിത ജനവിഭാഗം അന്തി ഉറങ്ങുന്ന, അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ചെറ്റക്കുടിലിനെ അധിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആരെയാണ് അധിക്ഷേപിക്കുന്നത് എന്ന ചോദ്യം സുധാകരൻ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അധസ്ഥിത വിഭാഗത്തെ ഇപ്പോൾ ഒരു ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ അകറ്റി നിർത്തി അധികാരത്തിന്റെ ഒരു ഗർവ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമാകുന്നു എന്നാണ് വിലയിരുത്തേണ്ടത്. മുഖ്യമന്ത്രി ഈ ചെറ്റത്തരം കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹം പറയുന്നത് ചെറ്റത്തരം എന്ന് പറയുന്നത് എന്നാണ് ഒരു അൺപാർലമെന്ററി അല്ലെങ്കിൽ ഒരു അശ്ലീല പദമായത് എന്ന് എനിക്കറിയില്ല. പക്ഷെ സുധാകരൻ അതിന് കൊടുത്ത മറുപടി വളരെ അർത്ഥവത്താണ്. അദ്ദേഹം പറയുന്നത് ചെറ്റ എന്ന വാക്ക് അതിനാൽ തന്നെ ഉണ്ടായതല്ല, ചെറ്റക്കുടിലിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറ്റക്കുടിൽ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് അന്തി ഉറങ്ങിയിരുന്നത്. അതായത് സാധാരണ കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളികള്, കയർത്തൊഴിലാളികള്, കശുവണ്ടി തൊഴിലാളികളൊക്കെ ആ ഒരു കാലഘട്ടം കേരളത്തിന് അത്രയൊന്നും ഇതുവരെ തല്ല. അവരൊക്കെ ഓലമേഞ്ഞ കുടിലുകളിൽ, അല്ലെങ്കിൽ വൈക്കോല് മേഞ്ഞ കുടിലുകളിൽ, പുല്ല് മേഞ്ഞ കുടിലുകളിലൊക്കെ ജീവിച്ചിരുന്ന ഒറ്റമുറി വീടുകളിൽ, അതിനെയൊക്കെയാണ് ഈ ചെറ്റപ്പുര എന്നൊക്കെ പറയുന്നത്. അത് പനമ്പട്ട കൊണ്ടൊക്കെ മേഞ്ഞ് അങ്ങനെയുള്ള ആ ചെറ്റക്കുടിലുകളിൽ ജീവിച്ച മനുഷ്യരാണ് ഇന്നീ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് എന്നുള്ളതും ചരിത്രത്തിന്റെ മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ മനുഷ്യരാണ് ഈ പറയുന്ന എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം കേട്ട് പ്രത്യയശാസ്ത്രത്തിന്റെ ആ ജനവിഭാഗങ്ങളോടുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ്, അവർക്ക് വേണ്ടി പോരാടുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായി അടിമത്തത്തിനെതിരെ, ചൂഷണത്തിനെതിരെ, അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലുമുള്ള വിവേചനങ്ങൾക്കുമെതിരെ പൊരുതാനായിട്ട് രംഗത്ത് വന്ന മനുഷ്യര് ഈ ചെറ്റക്കുടിലുകളിൽ നിന്നുള്ളവരാണ്. അവരാണ് ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇന്നലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ചോദിച്ച പോലെ എന്നു മുതൽക്കാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ കലാകാരന്മാരെയൊക്കെ, കലയും കലാകാരന്മാരും ഇത്ര അസ്പൃശ്യമായത്?
ഈ പറയുന്ന KPC പോലുള്ള നാടക സംഘങ്ങളൊക്കെ ഒരു കാലത്ത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളും നമ്മൾ ഈ വയലെല്ലാം നമ്മുടേതാകും, പൈങ്കിളിയെ പോലുള്ള പാട്ടുകളും, പൊന്നരുവേള അമ്പള്ളിയിൽ കണ്ണെറിയുന്നുള്ളത് തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എത്രമാത്രം വളർച്ചയുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അമരക്കാരനായ വ്യക്തി ഈ ചെറ്റ വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞ് ആ ചെറ്റക്കുടിയിൽ നിന്ന് വരുന്നവർ ആ ഒരു ക്വാളിറ്റിയെ കാണിക്കുള്ളൂ. അവർക്ക് വലിയ സംസ്കൃത അവർക്ക് വ്യാകരണം ഒന്നും വെച്ച് വർത്തമാനം പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അന്നത്തെ അവരുടെ ലോക്കൽ സ്ലാങ്ങിലാണ് സംസാരിക്കുക. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന ആ ഭാഷ ചെറ്റത്തരം അത് ഈ മനുഷ്യൻ കാണിച്ചതും സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ പിണറായി വിജയനോളം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ അത് മുഖ്യമന്ത്രി ആയിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാ പദവികളും അദ്ദേഹം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു വ്യക്തി ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ പോക്കിൽ മനമെടുത്ത് പാർട്ടിയിലെ അവഗണനയിൽ പുത്തൻകൂറ്റുകാരുടെ ആ ഒരു തള്ളിമറിക്കൽ അല്ലെങ്കിൽ അവരൊക്കെ കാണിക്കുന്ന അഹങ്കാരത്തിൽ സഹികെട്ട് ഒരുപക്ഷെ പാർട്ടി അകത്തും പുതുക്കാൻ തീരുമാനിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹത്തെ വിളിച്ചല്ലോ പല പേരുകളും, അദ്ദേഹത്തെ എന്താ പറയാ വഞ്ചകൻ എന്ന് വിളിച്ചു, കുലംകുത്തി എന്ന് വിളിച്ചു, പിന്നെ മുഖ്യമന്ത്രി വകയായിട്ട് ചെറ്റത്തരം കാണിച്ചു എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് ശരിയായില്ല. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സുധാകരനെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു സഖാവായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംസാരിക്കുന്നതിന് കുറച്ചുകൂടി പാർട്ടിക്ക് ഗുണം ചെയ്യും. നേരെ ഒരു ചായ മോസ് നോക്കി, നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്റെ തന്തയ്ക്ക് വിളിച്ചു മറ്റു സഖാക്കളെന്ന്, ഈ അദ്ദേഹത്തിന് മോസ് നോക്കി ചെറ്റാന്ന് വിളിച്ചു, മുഖ്യമന്ത്രി ചെറ്റാന്ന് വിളിച്ചു. അത്രത്തോളം എത്താത്ത, അത്രത്തോളം സംസ്കാരമില്ലാത്ത മറ്റു സഖാക്കളും പലരും അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തെ എന്താ പറയാ ഇനി കൂടുതൽ അപമാനിക്കാനില്ലാത്ത രീതിയിൽ കുലംകുത്തിയും വഞ്ചകനും വർഗവഞ്ചകനും ഒക്കെ ആക്കി ചിത്രീകരിച്ചു. അപ്പൊ ഇത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് മനസ്സിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പിന്നെ യാതൊരു മയവുമില്ല. അവരെ അങ്ങോട്ട് എന്താ അവസാനിപ്പിക്കുക? അതായത് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നിട്ടും അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ അല്ലെങ്കിൽ ആ ചെയ്തിയോട് ഏതെങ്കിലും രീതിയിൽ CPM എന്തെങ്കിലും ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ അത് തെറ്റായി പോയി പാടില്ലാത്തതായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. പകരം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കുലംകുത്തി എന്നും കൊലകുത്തി തന്നെ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി എന്നും പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോ ആലോചിച്ച് നോക്കാം, NK പ്രേമചന്ദ്രൻ പരനാറി എന്ന് വിളിച്ചു. സത്യത്തിൽ NK പ്രേമചന്ദ്രൻ എന്തുകൊണ്ടാണ് LDF വിട്ടുപോയത്? LDFന്റെ ഏറ്റവും കരുത്തനായ ഒരു വ്യക്തിയായിരുന്നില്ലേ? മികച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്ററിമാരിൽ ഒരാൾ. കേന്ദ്രത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വരുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും ഇപ്പൊ PF ആയിട്ട് ബന്ധപ്പെട്ട്, തൊഴിൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ട്രഷറി ബെഞ്ച് പോലും കൈയടിക്കുക അദ്ദേഹത്തിന്. അത്രത്തോളം ആധികാരികമായിട്ട് ഡെപ്തിൽ വിത്ത് എന്താ പറയാ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് അദ്ദേഹമായിട്ട് ചായ കുടിക്കാൻ ക്ഷണിച്ചത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് CPM വിട്ടുപോയത്? കൊല്ലത്ത് CPM ആ സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ RSPയുടെ വാദം അംഗീകരിക്കപ്പെട്ടില്ല. അദ്ദേഹം CPM വിട്ടു, UDF ആയിട്ട് ചേർന്ന് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു. അത് ആ ഒറ്റ കാരണത്താലല്ലേ പരനാറി എന്ന് വിളിച്ചത്. ഒരാള് ആ സ്റ്റാച്ചറിലുള്ള ഒരാളെ വിളിക്കാൻ കൊള്ളാവുന്ന വാക്കാണോ പരനാറി? അങ്ങനെ ആരെങ്കിലും മുഖ്യമന്ത്രി NK പ്രേമചന്ദ്രൻ പരനാറിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആലപ്പുഴയിൽ നിന്നും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ പറയൂ. മാഡം എനിക്ക് മാഡത്തിനോടല്ല, ഈ പൊടിപ്പാറ സാറിനോടാണ് ചോദിക്കാനുള്ളത്. 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. പറഞ്ഞോളൂ. ഒന്ന്, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ പറയുന്ന മൈക്കിന്റെ മുന്നിൽ നിന്നും അല്ലാതെ അദ്ദേഹത്തിന്റെ കാലെ തൊടാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കാണിക്കുന്ന ഒരു മര്യാദയും സഭ്യതയുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും കാലത്തൊടാൻ ചെന്നാൽ സമ്മതിക്കാതിരിക്കുകയും അഥവാ തൊട്ടാൽ അദ്ദേഹം തന്നെ തിരിച്ച് കാലത്തൊട്ട് തൊഴിലൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കാണിക്കുന്ന സഭ്യതയും മര്യാദയെ പറ്റി ഒരു വാക്ക് പൊടിപ്പാറ സാറിന്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, പണ്ടൊരിക്കൽ ഈ കെ മുരളീധരനും VD സതീശനും കൂടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഒരു ആവലാതി പറയാൻ ചെന്നു. അവരെ ആട്ടി മാറ്റുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയും പൊടിപ്പാറ സാർ എന്ന് പറയണം. മൂന്നാമത്തെ കാര്യം, സാർ ഈ ചെറ്റത്തരം എന്ന് പറയുന്നത് ചെറ്റ വീട്ടിൽ ജനിച്ചവൻ ചെയ്യുന്നതല്ല. എന്തെങ്കിലും അധികാരമൊക്കെ കിട്ടി എന്തെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ടവരുടെ ചെറ്റ കുളിച്ച് വീട്ടിൽ കിടന്നവർ ചെയ്യുന്ന പരിപാടിയാണ് ചെറ്റത്തരം. അത് അംഗീകരിക്കുന്നവർ അതിനേക്കാളും വലിയ ചെറ്റകളാണ്. ഈ 3 കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ, കാരണം എനിക്ക് സമയം വെറുതെ സംസാരിച്ച് പോകുമല്ലോ. ഓക്കെ.